ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പഠിച്ച വചനമായിരുന്നു ഇന്നലെ ഞായറാഴ്ച നാം ആവർത്തിച്ച് പഠിച്ചത്. ഒരിക്കൽ കൂടി പഠിക്കുവാനായിട്ട് നാം ശ്രമിച്ചു. ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യും, യാതൊരു സംശയമില്ല. കുറേ അധികം ആൾക്കാർ വചനം പഠിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഈ വചനങ്ങൾ ഓരോ ദിവസവും ഓരോരുത്തർ പഠിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ദൈവം തീർച്ചയായിട്ടും വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കാണ്. നമ്മുടെ ചുവടുകളെ അത് നയിക്കും. നമുക്ക് പെരിഫറലി ബാഹ്യമായ രീതിയിൽ പ്രത്യക്ഷമായ രീതിയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം അത് വളരെ വലുതാണ്. ലോകം തരുന്ന സന്തോഷമല്ല, മനസ്സിൻ്റെ സന്തോഷം, ദൈവം തരുന്ന സന്തോഷം അത് വളരെ വലുതാണ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് പഠിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വചനം. ദ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 2 വേഴ്സ് 10. വചനം ഇതാണ്: കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവാൻ. അതായത് നാം പുറകോട്ട് നോക്കാൻ പറയില്ലേ, നമ്മുടെ പൂർവീകൻ കടന്നുപോയ പാതകൾ, അവരുടെ ജീവിതം ഒക്കെ കണ്ടില്ലേ? അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതം കടന്നുപോയ മാർഗങ്ങൾ, കടന്നു വന്ന വഴികളൊന്നും നോക്കി ഈ ദിവസം വരെ നമ്മളെ എത്തിച്ചില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ വചനം, ഈ വചനം ഇതാണ്: കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവാൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവാൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? അവിടുത്തെ കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? ഈ വചനം കുറേ നാളുകൾക്ക് മുമ്പേ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ ഇന്നാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചത്. അപ്പോൾ ചോദ്യം ഇതാണ്: കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? നമ്മൾ വിളിച്ചപേക്ഷിക്കണം, നമ്മൾ കർത്താവിനെ ആശ്രയിക്കണം. നാം ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് അവഗണിക്കപ്പെടുകയില്ല. നമ്മെ കർത്താവ് പരിത്യജിക്കുകയില്ല. നാം ഒരിക്കലും ഭഗ്നാശനാവുകയില്ല. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. Consider the generations of old and see, has anyone trusted in the Lord and been disappointed? Or has anyone persevered in the fear of the Lord and been forsaken? Or has anyone called upon him and been neglected? അപ്പോൾ കർത്താവിനെ ആശ്രയിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ അങ്ങനെ ഒരാൾ പരിത്യജിക്കപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. അതാണ് ചരിത്രം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിലൊന്ന് ആശ്രയിക്കണേ, ദൈവത്തിലൊന്ന് മുറുകെ പിടിക്കണേ, ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കണം. ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഇത് ചുമ്മാതെ പറയുന്നതല്ല, ഇത് അനുഭവമാണ്. ഇത് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള നല്ല സന്ദേശവുമാണ്. ബൈബിൾ വചനം നമ്മെ തീർച്ചയായിട്ടും പൊതിഞ്ഞു പിടിക്കും. ദൈവവചനം നമ്മെ പൊതിഞ്ഞു പിടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന എല്ലാവരും, എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.